പ്രൈസ് ദി ലോർഡ്. യേശുവിൻ കുഞ്ഞുങ്ങൾ ആത്മീയ കൂട്ടായ്മയിലുള്ള എല്ലാവർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. ബൈബിളിലെ ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെയുള്ള 66 പുസ്തകങ്ങളിൽ നമുക്ക് യേശുവിനെ കാണുവാൻ സാധിക്കും. ഉൽപ്പത്തി പുസ്തകത്തിൽ അവൻ സ്ത്രീയുടെ സന്തതിയാണ്. പുറപ്പാട് പുസ്തകത്തിൽ അവൻ പെസഹ കുഞ്ഞാടാണ്. ലേവ്യ പുസ്തകത്തിൽ അവൻ മഹാപുരോഹിതനാണ്. സംഖ്യാപുസ്തകത്തിൽ അവൻ തകർക്കപ്പെട്ടൊരു പാറയാണ്. ആവർത്തന പുസ്തകത്തിൽ അവൻ വിശ്വസ്തനായ പ്രവാചകനാണ്. യോശുവയുടെ പുസ്തകത്തിൽ അവൻ സർവ്വസൈന്യാധിപനാണ്. ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ അവൻ നീതിയുള്ള ന്യായാധിപതിയാണ്. രൂത്തിന്റെ പുസ്തകത്തിൽ അവനൊരു വിശ്വസ്തനായ വീണ്ടെടുപ്പുകാരനാണ്. 1-2 ശമൂവേലും 1-2 രാജാക്കന്മാരും 1-2 ദിനവൃത്താന്തത്തിന്റെ പുസ്തകത്തിൽ അവൻ ദാവീദിന്റെ സന്തതിയാണ്. എസ്രായുടെ പുസ്തകത്തിൽ അവൻ ശക്തനായ ശാസ്ത്രിയാണ്. നെഹമ്യാവിന്റെ പുസ്തകത്തിൽ അവൻ പ്രിയനായ രാജാവാണ്. എസ്തേറിന്റെ പുസ്തകത്തിൽ അവൻ ദൈവത്തിന്റെയും മനുഷ്യരുടെയും ഇടയിലുള്ള മധ്യസ്ഥനാണ്. ഇയ്യോബിന്റെ പുസ്തകത്തിൽ അവൻ ഒരു വീണ്ടെടുപ്പുകാരനാണ്. സങ്കീർത്തനങ്ങളിൽ അവൻ നല്ല ഇടയനാണ്. സദൃശ്യവാക്യങ്ങളിൽ അവൻ ജ്ഞാനമാണ്. സഭാപ്രസംഗിയിൽ അവൻ എല്ലാം അതതിൻ്റെ സമയത്ത് ഭംഗിയായി ചെയ്യുന്നവനാണ്. ഉത്തമഗീതത്തിൽ അവൻ 10,000ങ്ങളിൽ സുന്ദരൻ, ഷാരോനിലെ പനിനീർ പൂവാണ്. യെശയ്യാപ്രവാചകന്റെ പുസ്തകത്തിൽ അവൻ അത്ഭുത മന്ത്രി, വീരനാം ദൈവം, നിത്യപിതാവ്, സമാധാനത്തിൻ്റെ പ്രഭുവാണ്. ഇരമ്യാവിൻ്റെ വിലാപങ്ങളുടെ പുസ്തകത്തിൽ അവൻ നമ്മുടെ രക്ഷകനാണ്. യെഹെസ്കേലിന്റെ പുസ്തകത്തിൽ അവൻ ദൈവത്തിൻ്റെ മഹത്വമാണ്. ദാനിയേലിന്റെ പുസ്തകത്തിൽ അവൻ തീച്ചൂളയുടെ നടുവിൽ 4-ാമനായി വെളിപ്പെട്ടവനാണ്. ഹോശയുടെ പുസ്തകത്തിൽ അവൻ മടങ്ങിപ്പോയതിനെ സ്നേഹിച്ച് തിരിച്ചു കൊണ്ടുവരുന്നവനാണ്. യോവേലിന്റെ പുസ്തകത്തിൽ അവൻ വെട്ടിലും വെട്ടിക്കിളിയും പച്ചപ്പുഴും തിന്നുകളഞ്ഞ സംവത്സരങ്ങളെ മടക്കിക്കൊണ്ടുവരുന്നവനാണ്. ആമോസിന്റെ പുസ്തകത്തിൽ അവൻ നമ്മുടെ ഭാരങ്ങൾ ചുമക്കുന്നവനാണ്. ഓബദ്യാവിന്റെ പുസ്തകത്തിൽ അവൻ നമ്മെ ആശ്വസിപ്പിക്കുന്നവനാണ്. യോനായുടെ പുസ്തകത്തിൽ അവൻ ദയയുള്ളവനാണ്. മീഖായുടെ പുസ്തകത്തിൽ അവൻ നമ്മുടെ രക്ഷകനാണ്. നഹൂമിന്റെ പുസ്തകത്തിൽ അവൻ ദീർഘക്ഷമയുള്ളവനാണ്. ഹബക്കുക്കിന്റെ പുസ്തകത്തിൽ അവൻ വൈകിപ്പോയ പ്രവചനങ്ങളെ നമ്മളിലേക്ക് വലിച്ചടിപ്പിക്കുന്നവനാണ്. സെബന്യാവിന്റെ പുസ്തകത്തിൽ അവൻ നമ്മുടെ രക്ഷകനാണ്. ഹഗ്ഗായിയുടെ പുസ്തകത്തിൽ അവൻ സകല ജാതികളുടെ മനോഹര വസ്തുവാണ്. സെക്കര്യാവിന്റെ പുസ്തകത്തിൽ അവൻ കൃപയായി വെളിപ്പെട്ടു വരുന്നവനാണ്. മലാഖിയുടെ പുസ്തകത്തിൽ അവൻ നീതി സൂര്യനാണ്. മത്തായിയുടെ സുവിശേഷത്തിൽ അവൻ യഹൂദന്മാരുടെ രാജാവാണ്. മർക്കോസിന്റെ സുവിശേഷത്തിൽ അവൻ ദാസനാണ്. ലൂക്കോസിന്റെ സുവിശേഷത്തിൽ അവൻ മനുഷ്യപുത്രനാണ്. യോഹന്നാന്റെ സുവിശേഷത്തിൽ അവൻ ദൈവപുത്രനാണ്. അപ്പോസ്തല പ്രവൃത്തികളിൽ അവൻ പരിശുദ്ധാത്മാവിനെ നമ്മളിലേക്ക് പകരുന്നവനാണ്. റോമന്റെ പുസ്തകത്തിൽ അവൻ നീതിയാണ്. 1-2 കൊരിന്ത്യരിൽ ഒരു കണ്ണ് കണ്ടിട്ടില്ല, ഒരു ചെവി കേട്ടിട്ടില്ല, ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ തോന്നാത്ത കാര്യങ്ങളെ നമുക്ക് വെളിപ്പെടുത്തി തരുന്നവനാണ്. ഗലാത്യ ലേഖനത്തിൽ അവൻ എൻ്റെയും നിൻ്റെയും ശാപം മാറ്റുവാൻ വേണ്ടി എനിക്ക് വേണ്ടി ശാപമായി തീർന്ന